എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ മുട്ട മപ്പാസാണ്. വളരെ സ്വാദാണ് ഈ ഒരു കറി കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. നിങ്ങൾ ഇതുവരെയും മുട്ട മപ്പാസ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഫാമിലിയിലെ മെമ്പർ ആകാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഇപ്പോൾ നല്ലോണം തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. 2-3 പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തത്, ഒരു 10-15 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ആദ്യം ചേർക്കേണ്ടത്. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വളരെ എളുപ്പത്തിൽ വാടി കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അധികം ഒന്നും ഗോൾഡൻ കളർ ഒന്നും ആയി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലൊരു ഭാഗമായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർക്കണം. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ തക്കാളി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് എളുപ്പത്തിൽ വാടി കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ ചൂടാം. 2 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂടി തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1/2 സ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകപ്പൊടി. ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഈ സമയത്ത് തന്നെ കറിക്ക് ആവശ്യമായ 6 താറമുട്ട ഞാനിവിടെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വരകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് വേണം നമുക്കൊന്ന് കറിയിലേക്ക് ചേർക്കാനായിട്ട്. അങ്ങനെ വഴറ്റുന്ന സവാളയൊക്കെ ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് ആദ്യമേ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ അളവിലും പകുതിയായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി മുരിയിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെയും നമുക്ക് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളും കൂടെ ചേർക്കാം. 6 മുട്ടയ്ക്കുള്ള മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കുറഞ്ഞ അളവിലാണ് മുട്ട എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ ഒന്ന് കുറച്ചെടുത്താലും മതിയാകും. പൊടികളൊക്കെ ഇപ്പോൾ നല്ലോണം തന്നെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് കൂടി ചേർക്കാം. വീണ്ടും നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ മസാലകളുടെ കൂടെ തന്നെ ഇതുപോലെ ഒന്ന് ഉരുളക്കിഴങ്ങ് നിരത്തി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് മൂടി വെക്കാനായിട്ടും. ഉരുളക്കിഴങ്ങ് ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ഒരു വലിയ മുറി നാളികേരം ഒന്ന് തിരുമ്മി 1-ാം പാലും 2-ാം പാലും കൂടെ എടുത്തു വെക്കാം. 1-ാം പാല് 100 മില്ലി അളവിൽ മതിയാകും. അതുപോലെ 2-ാം പാല് 250 മില്ലി അളവിലാണ് ആവശ്യമായിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മൂടി തുറന്ന് ഇതെല്ലാം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. നാളികേരം പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല കുറുകിയ നാളികേരപ്പാലാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ചു കൊടുക്കാം. ഈ പാലിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടണം. കറി ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. പിരിയാതെ തന്നെ തിളച്ച് കിട്ടാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം തിളപ്പിച്ചെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട കൂടെ ചേർക്കാം.
മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. മുട്ട കൂടി ചേർത്ത് വീണ്ടും നമുക്കൊന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും മസാലയെല്ലാം മുട്ടയിലേക്കൊന്ന് പിടിച്ച് കിട്ടും. മൂടി വെച്ച് കൊടുക്കുവാണ്. വീണ്ടും ഒന്നുകൂടെ മൂടി തുറന്ന് നോക്കാം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ മുട്ടക്കറിക്ക് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മുട്ട മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 100 മില്ലിയാണ് ചേർക്കുന്നത്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്, അല്ലെങ്കിൽ 1 പാല് തിളച്ചു പോകുന്നതാണ് കേട്ടോ. 1 പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പ്രത്യേക കാര്യം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ചേർക്കുന്ന ഇതിന് പകരമായിട്ട് കാഷ്യൂസോ ബദാം പരിപ്പോ കുതിർത്തി അരച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട മപ്പാസ് നല്ല കുറുകിയ ഗ്രേവിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. 1 ടീസ്പൂൺ അളവില് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി ഒരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ട മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു മുട്ട മപ്പാസ് നിങ്ങളെല്ലാവരും ഈ ഒരു ന്യൂ ഇയർ നാളില് എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.